കൊച്ചി മെട്രോയുടെ പേരുമാറ്റാനുള്ള ശുപാർശയിൽ വിവാദം. എതിർപ്പറിയിച്ച് ഹൈബി ഈഡൻ MP മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കേരളം മെട്രോ എന്ന് മാറ്റാനുള്ള KMRL നീക്കം വിചിത്ര നടപടി എന്നാണ് കത്തിൽ പറയുന്ന വിമർശനം. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഒരു കോൺഗ്രസ് MP തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് ഈ കൊച്ചി മെട്രോയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട അതൃപ്തി അറിയിച്ചുകൊണ്ട്. എന്ത് കാരണമാണ് ഈ എതിർപ്പിന് നിദാനമായി പറയുന്നത്? ഈ കത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹൈബി ഈഡൻ MP? പ്രജിൻ, കൊച്ചി മെട്രോയുടെ പേര് മാറ്റാനുള്ള നിർദ്ദേശം, ആ ഒരു ശുപാർശയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ KMRL വെച്ചിട്ടുള്ളത്. അതിന് പ്രധാനമായും പറയുന്നത് കേരളത്തിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും പുതിയ പദ്ധതികൾ KMRLനെ ഈ മെട്രോയുമായി ബന്ധപ്പെട്ട് തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രാദേശിക പേരായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമായി ഒതുങ്ങേണ്ട എന്നുള്ളത് കൊണ്ട് കേരള മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നുള്ളതിലേക്ക് മാറണം എന്നുള്ള ആവശ്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ദേശീയ തലത്തിലൊക്കെ ആ രീതിയിലാണ് എന്നുള്ളതും ഈ ശുപാർശയിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചിയുടെ MP ആയിട്ടുള്ള ഹൈബി ഈഡൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു വിചിത്രമായ നടപടിയാണെന്നും കൊച്ചി മെട്രോ എന്നുള്ള പേര് നിലനിർത്തണം എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പേര് മാറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഈ ഒരു കൊച്ചി മെട്രോയുടെ അതേ രീതിക്ക് തന്നെ പോവുകയാണെങ്കിൽ ആ പേര് എല്ലായിടത്തേക്കും എത്തിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ പ്രദേശത്തും പദ്ധതി നടപ്പാക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക പേരുകൾ ഇടണമെന്ന ആവശ്യം വന്നാൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നല്ലാതെ വരാനിരിക്കുന്ന ഒരു പദ്ധതികളുടെയൊക്കെ പേരിൽ കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നത് ഒട്ടും ഉചിതമല്ല എന്നുള്ളതും പറഞ്ഞു വെക്കുകയാണ്. തിടുക്കത്തിൽ ഒരു ഐക്യമില്ലാതെ, സമവായമില്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ളതും അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുകയാണ്. അതായത് ആ പേര് മാറ്റാനുള്ള ആദ്യത്തെ നിർദ്ദേശം വന്നപ്പോൾ തന്നെ, അങ്ങനെ ഒരു ശുപാർശ KMRLന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ തന്നെ ഒരു വിവാദം ഒരു MP-യുടെ ഭാഗത്ത് നിന്ന് തന്നെ അങ്ങനെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ വിഷയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഗൗരവം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.